ഷൂ ഒക്കെ കണ്ടില്ലേ, ഞങ്ങൾ വൈറ്റ് ഷൂ ഒക്കെ ഇട്ടിട്ടാണ് വന്നത്. അപ്പോൾ വരണൊരു വൈറ്റ് ഷൂ ഒന്നും ഇട്ടിട്ട് വരാതിരിക്കുക. ഇത് നമുക്കൊരു റെക്കമെൻഡ് ചെയ്താണ്, നമുക്ക് തോന്നുന്നു ട്രൈ ചെയ്യാം. ചക്കയാണ് കേട്ടോ, ചക്കയുടെ തന്നെ പല. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ക്യാമറയിലുള്ള സെക്കൻഡ് ഡേ ആണ് ഇന്ന്. അപ്പോൾ നമുക്ക് നല്ലൊരു സൺറൈസ് കണ്ടിട്ട് ഇന്നത്തെ ദിവസം തുടങ്ങിയാലോ. നമ്മുടെ ഹോട്ടലിൽ നിന്ന് വെറും 1.5 കിലോമീറ്റർ മാത്രമാണ് ഈ വ്യൂ പോയിന്റിലോട്ടുള്ളൂ. നമ്മൾ ഇന്നലെ ബോട്ടിലോട്ട് പോയില്ലേ, ആ റൂട്ട് തന്നെയാണ് കേട്ടോ ഇത്. ഇപ്പോൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. സമയത്ത് ഏകദേശം 7 മണി കഴിഞ്ഞു. ഗൂഗിളിൽ നോക്കിയപ്പോൾ 7:15 സൺറൈസ് കണ്ടേ. ഇതാണ് സ്പോട്ട്. നമ്മുടെ ഹോട്ടലിൻ്റെ അന്ന് ഒരു 1.5 കിലോമീറ്റർ 2 കിലോ ദൂരം. അപ്പോൾ നമ്മൾ 6:45 അവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ വണ്ടി കേട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ നല്ല വിറച്ചാണ് സംസാരിക്കുന്നത്. രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫൈനലി ആ സ്പോട്ടിലെത്തി. നമ്മളെത്തിയപ്പോൾ തന്നെ കുറേ ആൾക്കാരവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഫോണിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അത് ഉള്ളതിനേക്കാൾ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടാണോ കാണിക്കുക? ഇത്രയൊന്നും ബ്രൈറ്റ് ആയിട്ടില്ല. അത് ഈ കാണുന്നില്ലേ, ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. ഇത് നമ്മൾ പിന്നെ കുറച്ച് ബ്രൈറ്റ്നസ് കുറച്ചെടുത്താണ്. അപ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് ലുക്ക് കിട്ടുന്നത്. ഞാൻ ഡേ 1 വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ സിംഗപ്പൂരിൽ നിന്ന് ക്യാമറോണിലേക്കുള്ള ട്രാവലിങ്ങും പിന്നെ ഇവിടെ നമുക്കുണ്ടായ ചെറിയ ഇൻകൺവീനിയൻസസും ഒക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുകൂടി ഒന്ന് പോയി കാണും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ കുറച്ചുകൂടി ഒരു കണ്ടിന്യൂഷൻ കിട്ടും. സാധാരണ ഇങ്ങനെ ഗൂഗിളിൽ ടൈമൊക്കെ നോക്കി നമ്മൾ സൺറൈസ് കാണാൻ പോകുമ്പോൾ ഒന്നുകിൽ മഴക്കാറ് കൊണ്ടോ അല്ലെങ്കിൽ കോട കാരണമൊക്കെ സൺറൈസ് ഒന്നും കാണാൻ പറ്റാതെ തിരിച്ചു പോരേണ്ടി വരാറാണ് പതിവ്. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടായില്ല. നമുക്ക് നല്ലൊരു സൺറൈസൊക്കെ കാണാൻ പറ്റി. നമ്മൾ കുറച്ച് നേരം അതൊക്കെ കണ്ട് അവിടെ നിന്ന് ആസ്വദിച്ച് പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ നമ്മുടെ ഹോട്ടലിലോട്ട് തിരിച്ചു. രാവിലെ ഈ തണുപ്പത്ത് ഇവിടുത്തെ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു കുട്ടി മോർണിംഗ് വാക്ക് കൂടിയായിരുന്നു ഇത്. നിങ്ങൾക്ക് കാണാനുണ്ടോയെന്ന് അറിയില്ല, ഈ ചെടിയുടെ മുകളിൽ നിറയെ കിളികളാണ്. ആ ചെടി അതേ കളറായതുകൊണ്ട് തന്നെ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. അങ്ങനെ ഫൈനലി നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തി. പെട്ടെന്ന് തന്നെ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമുക്ക് ഇനി ഇന്നത്തെ കാഴ്ചകളോട്ട് കടക്കാം കേട്ടോ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ക്യാമറയിൽ വന്നിട്ടുള്ള ഡേ 2 ആണ്. സോ നമ്മളിപ്പോൾ ഇവിടുന്ന് ബൈക്ക് റെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 24 ഹവേഴ്സിനായിട്ടാണ് അത് തരിക. അപ്പോൾ 80 റിങ്കറ്റാണ് നമ്മൾ 24 ഹവേഴ്സിന് ചാർജ് ചെയ്യുന്നത്. നമ്മൾ ഇന്നാണ് ബാക്കി കംപ്ലീറ്റ് ഇവിടെ കാണാൻ പോകുന്നത്. ദെൻ നമ്മൾ നാളെ രാവിലെ എവറി മോർണിംഗ് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോകും. അപ്പോൾ നമുക്ക് ഇവിടെ അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ബൈക്കായിരിക്കും ഒന്നുകൂടി നല്ലതെന്ന് തോന്നി നമുക്ക്. മാത്രമല്ല ചില ഡെസ്റ്റിനേഷനിൽ ഇപ്പം എന്നാൽ തന്നെ നിങ്ങൾ ബോട്ടിൽ പോയിട്ട് അന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ക്യാബ് ബുക്ക് ചെയ്തിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ്സിലും കൂടുതൽ 45 മിനിറ്റ്സോളം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ക്യാബ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ സമയം ഒത്തിരി പോവാണ്. മാത്രമല്ല ഇവിടെ ഒരു ഈവനിങ് ഒരു 6-7 ആകുമ്പോൾ മാക്സിമം എല്ലാ ഡെസ്റ്റിനേഷനും ക്ലോസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്നലെ ബോട്ട് മാത്രമേ കവർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഇന്നിപ്പോൾ ബൈക്കിട്ടാണ് ബാക്കി എല്ലാം കവർ ചെയ്യാൻ പോണേ. നമ്മളിപ്പോൾ ആദ്യം പോകാൻ വെച്ചിട്ട് ഫ്ലോറ പാർക്ക് പറഞ്ഞിട്ടുള്ളൊരു ഡെസ്റ്റിനേഷനോട്ടാണ്. എന്നാലും നമ്മൾ ബൈക്കിട്ടാണ് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ ഫ്ലോറ പാർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ പിക്കപ്പ് പോയിന്റിലെത്തി. ഈ കാണുന്ന ജീപ്പിൽ കയറ്റിയിട്ടാണ് നമ്മളെ ഫ്ലോറ പാർക്കിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് കേട്ടോ ഇത്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇന്നൊരു സാറ്റർഡേ ആണ്, ഫ്രൈഡേ പോലെയല്ല, സാറ്റർഡേ കുറച്ചുകൂടി തിരക്കുണ്ട്. ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എൻട്രി ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഒരു അഡൾട്ടിന് 50 റിങ്കറ്റാണ് ചാർജ് ചെയ്യുന്നത്. പിക്കപ്പും ഡ്രോപ്പും ഒക്കെ ആ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ടിക്കറ്റ് നമ്മൾ ഫ്ലോറ പാർക്കിൽ എത്തിയിട്ട് അവിടെ നിന്നാണ് എടുക്കേണ്ടത്. ഇന്ന് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. റോഡിൽ നല്ല തിരക്കുണ്ട്. നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ ഫുൾ റെഡായിട്ടാണ് കാണിക്കണേ. അങ്ങനെ നമ്മൾ ഫ്ലോറ പാർക്കിലെത്തി. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഐ ലവ് മലേഷ്യ എന്നൊക്കെ എഴുതിയിട്ട് മലേഷ്യയുടെ ഫ്ലാഗൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നിന്നിട്ട് ഒരുപാട് പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ തന്നെയായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. അപ്പോൾ അവിടെ കയറിയിട്ട് നമുക്ക് 2 ടിക്കറ്റ് എടുക്കാം. 4 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇവിടേക്കുള്ള എൻട്രി ഫ്രീ ആണ്. 4നും 11 ഇയേഴ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് 10 റിങ്കറ്റും അഡൾട്ട്സിന് 50 റിങ്കറ്റുമാണ് ടിക്കറ്റിന് ചാർജ് ആവുന്നത്. രാവിലെ 9:30 മുതൽ വൈകിട്ട് 7 o'clock വരെയാണ് ഇവിടുത്തെ ടൈമിങ്. അതിൽ തന്നെ 5 PM ലാസ്റ്റ് എൻട്രി. അതിനുശേഷം ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രി ലഭിക്കില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ വരാനായിട്ട് ട്രൈ ചെയ്യാം. നമ്മുടെ പിക്കപ്പും ഡ്രോപ്പും ഒക്കെ നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഒരുപാട് പൂക്കൾ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. നല്ലൊരു ഫ്ലോറൽ ഡ്രസ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഇത്. നിങ്ങളിപ്പോൾ ഫ്ലോറ പാർക്കിനെ പറ്റിയിട്ട് സെർച്ച് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാമബിൾ ഫോട്ടോ സ്പോട്ടാണ് ഇതെന്ന് എല്ലായിടത്തും മെൻഷൻ ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റും കേട്ടോ. ഭയങ്കര കളർഫുള്ളാണ്, വൈബ്രൻ്റ് ആണ്. നമ്മൾ ഏത് കോർണർ നോക്കുമ്പോഴും ഭയങ്കര ഡെൻസായിട്ട് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്.
ഇവിടെ ഓരോ ഗാർഡനും ഓരോ പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ വിസിറ്റ് ചെയ്യുന്ന ഗാർഡൻ്റെ പേര് പെറ്റൂണിയ ഗാർഡൻ എന്നാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് സക്യൂറ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തോട്ടാണ്. എൻ്റെ പാനറ്റിൽ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഫുഡ് വാങ്ങിച്ചത് അവിടെ ഇരുന്നിട്ട് നമ്മൾ കഴിക്കാം. പൂക്കളുടെ നടുവിൽ ഇരുന്നിട്ട് വൈബൊക്കെ ആസ്വദിച്ച് നമുക്ക് വേണ്ടി ഫുഡ് കഴിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ കഫേ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുട്ടി കഫേയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കണമെങ്കിൽ അങ്ങനെയാവാം. അതല്ലാന്നുണ്ടെങ്കിൽ ആ പൂക്കൾക്ക് ഇടയിലൊക്കെ പോയിരുന്ന് അവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ള ആ ഡൈനിങ്ങിൽ ഇരുന്നിട്ടും നിങ്ങൾക്ക് ഫുഡ് എൻജോയ് ആവുന്നതാണ് കേട്ടോ. നടന്ന് കാണാനായിട്ട് ഒത്തിരി ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ആ നടത്തത്തിനിടയിൽ ഇടയ്ക്കൊരു ഡ്രിങ്കോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്നാക്കോ ഒക്കെ കഴിക്കാനായിട്ട് നേരത്തെ കാണിച്ച പോലെ ഒരുപാട് കഫേസ് ഇവിടെ അവൈലബിൾ ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓപ്പൺ കഫേസ് ആണ് കേട്ടോ എല്ലാം. അപ്പോൾ ഈ വ്യൂ ഒക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് നിങ്ങൾക്കൊരു 3 to 4 hours ഈസി ആയിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാം കേട്ടോ. എൻ്റെ ബാക്കിൽ നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് കാണില്ലേ, അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ടീ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് നമ്മൾ റിസർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടീ ഈ ഏരിയയിൽ വന്നിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. രാവിലെ എണീച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ തണുപ്പൊക്കെ പോയിട്ടോ. ഇപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട്, എന്നാൽ ഒരുപാട് ചൂടൊന്നുമില്ല തണുപ്പുമില്ല, അങ്ങനെ ഒരു ക്ലൈമറ്റാണേ. അപ്പോൾ എന്തായാലും നമുക്കിനി ഈ കഫേയിൽ കയറി എന്തെങ്കിലും കുടിച്ചതിന് ശേഷം ബാക്കി കാഴ്ചകൾ കാണാം. ഇത് 2 ഷോപ്പുകളാണ് കേട്ടോ. 2 ഷോപ്പുകൾ തൊട്ടടുത്തായിട്ടാണ് ഉള്ളത്. 2 ഷോപ്പിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. മാത്രമല്ല ഈ ഷോപ്പ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണേ. നമ്മളിപ്പോൾ ഈ കഫേയിൽ വന്നിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ ഈ 2 ഡ്രിങ്ക്സ്. ആക്ച്വലി ഇവിടുത്തെ സ്റ്റാഫ് നമുക്ക് റെക്കമെൻഡ് ചെയ്താണ് ഈ ഡ്രിങ്ക്. ഇത് ഫ്രഷ് മാംഗോ, പിന്നെന്താ ഓറഞ്ച്, ദെൻ പാഷൻ ഫ്രൂട്ട്, ഈ 3 ആഡ് ചെയ്തിട്ടുള്ളതാണിത്. ഇതെന്ന് പറഞ്ഞാൽ സ്ട്രോബെറി സ്പാർക്ലിംഗ് വാട്ടർ. സ്ട്രോബെറി ഇവിടെ ഭയങ്കര ഫേമസ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇത് ഓർഡർ ചെയ്തത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസൻറ്റേഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇത് ഒരു കഫേ അല്ല കേട്ടോ, ഇവിടെ 2 കഫേ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതിൽ വേണമെങ്കിലും ചെയ്യാം. നല്ലൊരു ആംബിയൻസ് ആണ് ആൻഡ് ഒരുപാട് വെറൈറ്റി മെനൂസ് നമ്മൾ ഐറ്റംസ് കണ്ടുകൂട്ടാം നമ്മുടെ മെനൂസിൽ. സോ നിങ്ങളോട് വരിക വെച്ചാൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നമ്മൾ കുടിച്ചോട്ടെ. നല്ല ഫ്രഷ് സ്ട്രോബെറീസ് ഉണ്ട് ഉള്ളിൽ. അപ്പോൾ നമ്മൾ കുടിക്കുമ്പോൾ നമുക്കത് കടിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു സ്ട്രോബെറി മൊയ്ത്തോടൊക്കെ ഒരു ടേസ്റ്റ്. ഇത് നമുക്കൊരു റെക്കമെൻഡ് ചെയ്താണ്. നമുക്ക് ഇതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാം. ഇതുവരെ നമുക്ക് ഇതിൽ മാംഗോയും ഇതൊക്കെ ഫ്രഷാണ് ഇട്ടിട്ടുണ്ട്, കഷ്ണമായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കത് കടിക്കാൻ കിട്ടുന്നുണ്ട്. അടിപൊളി. എന്തായാലും നമ്മൾ അവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ച് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഇനി നമുക്ക് ബാക്കി കാഴ്ചകൾ എന്തൊക്കെയെന്ന് നോക്കാം. നമുക്കിനി വേറെ സ്ഥലങ്ങൾ പോകാണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇറങ്ങണം. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റി പൂക്കൾ കാണാം എന്നുള്ളതൊന്നല്ല കേട്ടോ. നമ്മൾ കാണുന്ന പൂക്കളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്, പക്ഷെ അത് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് പറയുന്നത് അത്യാവശ്യം ഏരിയ ഉണ്ട് കേട്ടോ നടന്ന് കാണാനായിട്ട്. ഫുൾ പൂക്കൾ വെച്ചിട്ട് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. പിന്നെ ഒത്തിരി ഫോട്ടോസ് എടുക്കാം. ഏത് ഫ്രെയിമിൽ വെച്ചിട്ട് എടുത്താലും അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഫോട്ടോസ് കിട്ടും. സോ ഞങ്ങൾക്ക് 50 റിംഗറ്റ്, ഒരാൾക്ക് 50 റിംഗറ്റ് എന്ന് പറയുന്നത് വെർത്ത് മണിയായിട്ടാണ് നമുക്ക് തോന്നിയത്. നിങ്ങളിപ്പോൾ ക്യാമറൂണിൽ വന്നിട്ട് ബെസ്റ്റ് പ്ലേസസ് ടു വിസിറ്റ് എന്ന് അടിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണിക്കും കേട്ടോ. പക്ഷെ അതെല്ലാം വർത്ത് വിസിറ്റിംഗ് ആണോ എന്നുള്ളത് ഒരു സംശയമാണേ. നമ്മളൊരു ഷീപ്പ് സാങ്ച്വറി കണ്ടിട്ടുണ്ടായിരുന്നു. അത് അത്ര വർത്ത് വിസിറ്റിംഗ് പ്ലേസ് ആണെന്ന് നമുക്ക് തോന്നിയില്ല കേട്ടോ. നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കങ്ങനെ അത്ര അടിപൊളിയായിട്ട് നമുക്ക് തോന്നിയില്ല. അതുകൊണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്ലോറ പാർക്കിലേക്കുള്ള പിക്കപ്പ് പോയിന്റ് ഇല്ലേ, അതിൻ്റെ അടുത്തായിട്ടാണ് ഈ സാങ്ച്വറി ഉള്ളത്. ചിലപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ചിലപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് സ്ഥലങ്ങൾ ചൂസ് ചെയ്യാം. ഇപ്പം നമ്മളുള്ളത് ഫ്ലോറ പാർക്കിൽ തന്നെ ഒരു ചിൽഡ്രൻസ് പ്ലേ ഏരിയയിലാണ് കേട്ടോ. ഇവിടെ ഉള്ള ഈ സംഭവങ്ങളൊക്കെ ആർട്ടിഫിഷ്യലാണ്. ഈ ചെടികളും കാര്യങ്ങളൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഫ്ലോറ പാർക്കിൽ ഒരു ഇൻഡോർ ഏരിയ ഉണ്ട്, ഒരു ഔട്ട്ഡോർ ഏരിയ ഉണ്ട്. നമ്മളിപ്പോൾ കണ്ടത് മൊത്തം ഇൻഡോർ ഏരിയയാണ്. ഔട്ട്ഡോർ ഏരിയയിൽ ഒരു ഫ്ലോറ ഹില്ലുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻഫിനിറ്റി ലാഡറൊക്കെ ഉണ്ട്. അതൊരു ഫോട്ടോ സ്പോട്ടാണ്. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വ്യൂ കഫേയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും കൂടി വിസിറ്റ് ചെയ്യാവുന്നതാണേ. നമ്മളെന്തായാലും ഇപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് സ്പോട്ടിലോട്ട് തിരിക്കുകയാണ്.
നമ്മളൊരു 2-3 ഹവേഴ്സോളം ഫ്ലോറ പാർക്കിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിനി നെക്സ്റ്റ് പോകുന്നത് ആഗ്രോ മാർക്കറ്റിലാണ്. ഒരു മാർക്കറ്റിലാണ്. ഇതൊരു വലിയ മാർക്കറ്റാണ്. സമയത്ത് ഏകദേശം ഉച്ച സമയമായി നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മളൊന്ന് ഫുഡ് കഴിച്ച് ഈ മാർക്കറ്റൊക്കെ ഒന്ന് കണ്ടിട്ട് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്ലോറ പാർക്കിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പോൾ ഞാൻ മൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഓൺ വോയിസ് കൊടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ഒക്കെ കുറച്ചുണ്ടായിരിക്കും. അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കാം. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് മാർക്കറ്റാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഒരുപാട് ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ചക്കയാണ് കേട്ടോ. ചക്കയുടെ തന്നെ പല ചക്ക ചിപ്സാണ്. അല്ലല്ല, ചിപ്സാണ്. ഇതുണ്ടോ, ഇതൊരു ഡ്രൈഡ് സ്ട്രോബെറിയാണ്. ഇത് നമുക്ക് ഷുഗർ സിറപ്പിലിട്ടിട്ട് ഡ്രൈ ചെയ്താൽ തോന്നുന്നു. നമ്മൾ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര മധുരം, ചെറിയ പുളിയൊക്കെ ഉള്ളൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് ജെല്ലി ടൈപ്പ് സ്ട്രോബെറിയാണ്. ഇവിടെ സ്ട്രോബെറി ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. അത് ആ ഡ്രൈഡ് സ്ട്രോബെറി നമുക്ക് എല്ലായിടത്തും കാണാം. ഇത് പിന്നെ ഇവിടെ കുറേ പാവകളൊക്കെ വിൽക്കുന്ന ഒരു കടയാണ് കേട്ടോ. അതുപോലെ തന്നെ സുവനീറുകൾ വിൽക്കുന്ന കടകൾ, ഡ്രസ്സുകൾ വിൽക്കുന്ന കടകൾ, അങ്ങനെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉള്ളൊരു ബിസി മാർക്കറ്റാണ് ഇത് ഇവിടുത്തെ ഒരു ഹോക്കർ സെൻ്ററാണേ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഓതൻറ്റിക് മലേഷ്യൻ ഫുഡുകളൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇവിടെ നിന്ന് കഴിക്കാവുന്നതാണ്. നമ്മൾ ഫ്ലോറ പാർക്കിൽ പോയപ്പോഴത്തെ ഒരു സ്ഥലമാണ് കേട്ടോ ബാക്കിലുള്ളത്. ഇവിടെയും ടിക്കറ്റൊക്കെ ഉണ്ട്. നമ്മളവിടെ പോയിട്ട് അത്യാവശ്യം നന്നായി കണ്ടതുകൊണ്ട് നമ്മളിനിയിപ്പോൾ ഇവിടെ കയറുന്നില്ല. ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളിത് ഇൻഫർമേഷൻ കൊടുക്കും. പിന്നെ നമ്മളിവിടെ വന്നപ്പോൾ ഷോപ്പുകളിലൊക്കെ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് നല്ല ഐസ്ക്രീമുകളും കുക്കീസും കേക്കുകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്നാൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് ഇവിടുത്തെ ഒരു നഴ്സറിയാണ് കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയോ ഇവിടുത്തെ പൂക്കളൊക്കെ കാണാൻ. ഒരുപാട് ചെടികളും ഭംഗിയുള്ള പൂക്കളും ഒക്കെ ഉണ്ട്. എല്ലാം നല്ല വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നേ. സിംഗപ്പൂരിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ റേറ്റ് കുറവാണ്. പക്ഷേ നമ്മൾ ചെടികളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് നമുക്ക് ഇവിടെ തിരിച്ച് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടും പിന്നെ അത് കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് അറിയാത്തതുകൊണ്ടൊക്കെ നമ്മൾ ചെടികൾ വാങ്ങാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. വലിയ പഴക്കമൊന്നുമില്ല കേട്ടോ ഈ മാർക്കറ്റിന്. 2010 ഈ മാർക്കറ്റ് ഇവിടെ വരുന്നത്. ഇവിടെ ലോക്കലി കൾട്ടിവേറ്റ് ചെയ്യുന്ന ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, വെജിറ്റബിൾസ് ആയിക്കോട്ടെ, അതൊക്കെ ഇവിടുത്തെ ഫാർമേഴ്സിന് വിൽക്കുന്നതിന് വേണ്ടിയിട്ടും അത് ടൂറിസ്റ്റിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ലോക്കൽസിനോ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടും ഉണ്ടാക്കിയിട്ടുള്ളൊരു മാർക്കറ്റാണ് കേട്ടോ ഇത്. റോഡ് സൈഡിൽ വിൽക്കുന്നതിന് പകരം കുറച്ചുകൂടി ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ട് ഇതെല്ലാം കൂടി ഒരൊറ്റ സ്ഥലത്ത് കൊണ്ടുവരിക എന്നുള്ള രീതിക്കാണ് കേട്ടോ ഈ മാർക്കറ്റ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ വൈകിട്ട് 6:30 വരെയാണ് ഈ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരിക്കുക. എന്തായാലും നമ്മൾ പെട്ടെന്ന് തന്നെ മാർക്കറ്റ് കണ്ടിറങ്ങി. ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാം. ഞാൻ ഈ കയറി പോകുന്നത് കോറൽ ഹിൽസിന് മുകളിലോട്ടാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെൻ്റെ ചാനലിൽ പോയിട്ട് കണ്ടു നോക്കൂ. ട്രക്കിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ക്യാമറൂണിൽ വന്നു കഴിഞ്ഞാൽ ഈ കോറൽ ഹിൽസ് അതുപോലെ തന്നെ മോസി ഫോറസ്റ്റ് ഒക്കെയാണ് നിങ്ങൾക്ക് ട്രക്കിംഗ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ഥലങ്ങൾ. എന്നാൽ മോസി ഫോറസ്റ്റിലോട്ട് ഇപ്പോൾ എൻട്രി ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കോറൽ ഹിൽസിലോട്ട് വന്നത്. ഒരു കുട്ടി ട്രക്കിംഗ് ആയിരുന്നു കേട്ടോ ഇത്. ഏകദേശം ഒരു 1 കിലോമീറ്റർ ഒക്കെയാണ് നമുക്ക് ട്രക്ക് ചെയ്ത് കയറാനായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒട്ടും ഈസി ആയിട്ടുള്ളൊരു ട്രക്കിംഗ് ആയിരുന്നില്ല കേട്ടോ ഇത്. വഴി മൊത്തം നല്ല സ്ലിപ്പറി ആയിരുന്നു, ആകെ ചളിപ്പിളിയായിരുന്നു. നമ്മൾ കയറുന്ന സമയത്ത് ഒരു ടീം ഓൾറെഡി കയറി തിരിച്ചു വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ ഒപ്പമുള്ള ഗൈഡും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂക്ഷിച്ച് കയറണം, നല്ല സ്ലിപ്പറിയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല ഗ്രിപ്പുള്ളൊരു ചെരുപ്പോ ഷൂ ഒക്കെ ഇട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിന് മുകളിലോട്ട് കയറാനും ഇറങ്ങാനുമായിട്ട് ഒരുപാട് വഴികളുണ്ട് കേട്ടോ. വഴി മാറി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കയറിയ വഴി തന്നെയാണ് തിരിച്ചിറങ്ങിയതും. മോസസ്, ലിച്ചൺ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ചെടികൾ നമുക്കിവിടെ കാണാൻ പറ്റുമേ. അപ്പോൾ ആ ചെടികൾക്ക് നമ്മുടെ കടലിലെ കോറൽസുമായിട്ട് ചില സാമ്യമുണ്ട്. അങ്ങനെയാണ് ഈ ഹില്ലിന് കോറൽ ഹിൽസ് എന്ന് പേര് വരുന്നത്. ഇവിടുത്തെ ടൂറിസ്റ്റ് ഗൈഡുമാരും ലോക്കൽസും ഒക്കെയാണ് കേട്ടോ ഈ പേര് ഈ ഹില്ലിന് ഇടുന്നത്. അങ്ങനെ ഫൈനലി കയറി നമ്മൾ ഹില്ലിൻ്റെ ടോപ്പിൽ എത്തിയിട്ടോ. ഒരു പ്രത്യേക സന്തോഷമാണ് നമ്മളൊരു ട്രക്ക് ചെയ്ത് അതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ. ഹില്ലിൻ്റെ ഏറ്റവും ടോപ്പിൽ മലേഷ്യയുടെ ഒരു ഫ്ലാഗൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ദൂരെ അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇത്രയും നേരം നല്ല വെയിലായിരുന്നെങ്കിൽ ഇപ്പം നല്ല മഴക്കാറുണ്ട് കേട്ടോ. നമ്മൾ ഇറങ്ങുന്ന നേരത്ത് മഴയെങ്ങാനും പെയ്താൽ നമ്മൾ നന്നായിട്ട് പെട്ടുപോകും. നമ്മളിപ്പോൾ ഉള്ളത് കോറൽ ഹിൽസിലാണ് കേട്ടോ. ഒരു കുട്ടി ട്രക്കിംഗ് ആണ്, അധികം ദൂരമൊന്നുമില്ല. പക്ഷേ കുറച്ചൊരു പാടുള്ള ട്രക്കിംഗ് ആണ്. ഫുള്ള് ഒരു സ്മൂത്ത് റോഡൊന്നുമല്ല, കുറേ വള്ളിയും വേരൊക്കെ ഉള്ള ഇതാണ്. അപ്പോൾ മരത്തിൻ്റെ ചില്ലയിലൊക്കെ പിടിച്ച് അങ്ങനെ വേണം കയറി വരാൻ. ചില ഭാഗത്ത് നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ
പിന്നെ ഭയങ്കര ഹൈറ്റ് പേടിയുള്ള ആൾക്കാർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് പേടിയാവും, ഹൈറ്റ് പേടിയുള്ള ആൾക്കാർക്കൊക്കെ. പിന്നെ നമ്മൾ വരുന്ന വഴി അത്ര നല്ല വഴിയൊന്നുമല്ല, നല്ല വഴുക്കലൊക്കെ ഉണ്ട്, ഫുൾ ചളിയൊക്കെയാണ്. ഞങ്ങളുടെ ഷൂ ഒക്കെ കണ്ടില്ലേ, ഞങ്ങൾ വൈറ്റ് ഷൂ ഒക്കെ ഇട്ടിട്ടാണ് വന്ന്. അപ്പോൾ വരണവർ വൈറ്റ് ഷൂ ഒന്നും ഇട്ടിട്ട് വരാതിരിക്കുക, ആകെ ചളിയായി. അപ്പോൾ അത്രയേ ഉള്ളൂ. വ്യൂ ഇവിടുന്ന് നല്ലൊരു വ്യൂ ഉണ്ട്, നമുക്ക് കാണാം. നോക്കിയോ, നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ മുകളിൽ. അപ്പോൾ കുറച്ച് നേരം നമ്മളവിടെ നിന്നിട്ട് ആ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് പിന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. എനിക്ക് വേറെ വഴി കൂടെ ഒന്ന് ഇറങ്ങി നോക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ രാവിലെ സമ്മതിച്ചില്ല. ഇനി എങ്ങാനും വഴി മാറിപ്പോയിട്ട് അവിടെ എങ്ങാനും പെട്ടുപോയാലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്ന വഴി തന്നെ നമ്മൾ തിരിച്ചിറങ്ങി. കയറിയപ്പോൾ അത്ര ബുദ്ധിമുട്ട് തോന്നിയില്ല കേട്ടോ ഇറങ്ങുന്ന സമയത്ത്. എന്നാലും നമ്മളെ പാൻസിലും ഷൂലൊക്കെ അത്യാവശ്യം നല്ല ചളിയായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ താഴെ എത്തിയിട്ട് ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഷൂ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പിന്നെ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്തത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മളിതേ ഈ ഹില്ല് കയറി ഇറങ്ങി ഓൾമോസ്റ്റ് താഴെ എത്താറായിട്ടോ. മുകളിലത്തെ ഒരു വ്യൂ അതിഭയങ്കരമായിട്ടുള്ളൊരു വ്യൂ ആണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഈ നാച്ചുറൽ വാക്കൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വളരെ മടിയായിട്ടുള്ള റോഡാണ്, അത്ര സ്മൂത്ത് അല്ല, ഒരു പെർഫെക്റ്റ്ലി നമ്മൾ ഉണ്ടാക്കിയ റോഡൊന്നുമല്ല, നാച്ചുറലായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വഴിയാണ്. അപ്പോൾ അതിൽ കൂടെ ഈ കണ്ടില്ലേ ഈ വള്ളിയുടെ ഒക്കെ മുകളിൽ കൂടെയൊക്കെ കൊത്തിപ്പിടിച്ച് കയറി പോകുക എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളിവിടെ താഴെ സ്കൂട്ടി വെച്ചിട്ടാണ് പോയത്. എന്നാൽ നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോയാലോ. ഇതാണ് കാമറൂൺ സെൻട്രം. ഇവിടെ ഒരു വലിയ മാളും കുറേ ഷോപ്പുകളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആഗ്രോ മാർക്കറ്റിൽ നിന്ന് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം തന്നെ സമയം ഒരുപാടായി. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ ഇവിടെ നിർത്തിയിട്ട് ഫുഡ് കഴിച്ചിട്ടാവാം ഇനി ബാക്കി യാത്ര എന്ന് വിചാരിച്ചു കേട്ടോ. സമയം ഇപ്പോൾ ഏകദേശം 3-3:30 ആവാറായിട്ടുണ്ട് കേട്ടോ. നല്ല വിശപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചത്. ഇനി അടുത്ത ഡെസ്റ്റിനേഷനിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചാൽ ഇനിയും സമയം വൈകും. മാത്രമല്ല അവിടെയൊക്കെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ലഞ്ച് എന്തായാലും നമുക്ക് ചൈനീസ് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ റൈസും സിസ്ലറും കൂടിയിട്ടുള്ളൊരു ഫുഡാണ് നമ്മൾ ലഞ്ചായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ ഫുഡ്. കോണും പിന്നെ എഗ്ഗും ബീഫും ചിക്കനും ഒക്കെ ഉള്ളൊരു ഫുഡായിരുന്നു കേട്ടോ. അത്യാവശ്യം ഫില്ലിംഗ് ആയിരുന്നു. ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോയത് സാംപോ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബുദ്ധിസ്റ്റ് ടെമ്പിൾ കാണാനായിട്ടാണ്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് കേട്ടോ ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം. ചൈനീസ് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചർ സ്റ്റൈലിൽ 1972 ഈ ടെമ്പിൾ നിർമ്മിച്ചിട്ടുള്ളത്. ട്രിപ്പിൾ ജെംസ് ആൻഡ് 10,000 ബുദ്ധാസ് ടെമ്പിൾ എന്നാണ് ഈ സാംപോ ടെമ്പിളിൻ്റെ നെയിം സൂചിപ്പിക്കുന്നത്. ബുദ്ധ, ധർമ്മ അഥവാ ടീച്ചിങ്സ്, സംഘ അഥവാ മൊണാസ്റ്റിക് കമ്മ്യൂണിറ്റി, ബുദ്ധിസത്തിലെ കോർ കൺസെപ്റ്റായിട്ടുള്ള ഈ 3 കാര്യങ്ങളാണ് ട്രിപ്പിൾ ജെംസ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു പ്രെയർ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളും ആ പ്രെയർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രെയർ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അവിടെയൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഈ എൻട്രി ചെയ്തിട്ടുള്ള ഈ ഫസ്റ്റ് കാണിച്ച ഏരിയ മാത്രമേ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതും അവരുടെ പെർമിഷനോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് തിരിച്ചു. കാമറൂൺ വാലി ടീ പ്ലാന്റേഷൻ കാണാനായിട്ടാണ് കേട്ടോ നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. നമ്മൾ ഇന്നലെ ബസ് ഇറങ്ങിയിട്ടില്ല, തനാരാത്തിങ് ക്രോസ് ചെയ്തിട്ട് വേണം കേട്ടോ നമുക്ക് ഈ ടീ പ്ലാന്റേഷനിലോട്ട് പോകാനായിട്ട്. നമ്മുടെ ഹോട്ടലിൻ്റെ അവിടുന്ന് ഏകദേശം 10-18 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക്. മൺഡേ ടു തേഴ്സ്ഡേ 8:30 to 6 PM ആണ് ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം. ഫ്രൈഡേ ടു സൺഡേ അതുപോലെ തന്നെ പബ്ലിക് ഹോളിഡേയ്സിലും 8 to 7 ആണ് ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം. നമ്മൾ ഈ എൻട്രി ചെയ്ത ഉടനെ തന്നെ ഇവിടെ കുറേ കഫേസൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഈ വ്യൂ ഒക്കെ കണ്ട് ആ കഫേയിൽ ഇരുന്ന് ഒരു ചായ കുടിച്ചതിന് ശേഷം ഇനി നടന്ന് കാണാമെന്ന് വിചാരിച്ചു. വലിയ 2 ഗ്ലാസ്സിലാണ് കേട്ടോ നമുക്ക് ചായ കൊണ്ടുവന്ന് വെച്ചത്. ചായ എത്ര കുടിച്ചിട്ടും തീരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവിടുത്തെ വ്യൂ പറയാൻ വയ്യ കേട്ടോ, അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പോൾ ആ വ്യൂ ഒക്കെ കണ്ട് മെല്ലെ നമ്മൾ ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയിട്ടോ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ടീ പ്ലാന്റേഷനിലാണ് കേട്ടോ. നമ്മൾ ഇന്നലെ ബോട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ടീ പ്ലാന്റേഷൻ പോയി. ഇത് കാമറൂൺ വാലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടീ പ്ലാന്റേഷനാണ് വന്നിട്ടുള്ളത്. ഇവിടേക്ക് എൻട്രിക്ക് ടിക്കറ്റ് ഉണ്ട്. നമ്മൾ നടന്നിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 4 റിംഗറ്റാണ്, 2 പേർക്കൊക്കെ 8. അല്ല ബഗ്ഗി എടുക്കാം, ഇനി നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് 20 റിംഗറ്റാണ് പ്രൈസ് വരുന്നത്. നമ്മളിത് ആ ഒരു പാത്ത് കാണാല്ലേ, അതുപോലെ നടന്നിട്ട് നമ്മൾ ആ കാമറൂൺ വാലി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്തേക്കാണ് അപ്പോൾ നമ്മൾ പോകണേ. ഒരു വലിയൊരു ടീ പ്ലാന്റേഷനാണ് കേട്ടോ ഇത്.
ബഗ്ഗിയിലാണെങ്കിലും അതിൻ്റെ ഏറ്റവും ടോപ്പിലേക്കൊന്നും നമ്മളെ കൊണ്ടുപോയില്ല കേട്ടോ. ഒരു കുറച്ച് ദൂരം വരെയാണ് നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ബാക്കി ദൂരം നമ്മൾ നടന്ന് തന്നെ കയറണം. അപ്പോൾ നമ്മളെന്തായാലും ബഗ്ഗി എടുത്തില്ല. കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, നമുക്ക് നടന്നിട്ട് കാണാമെന്ന് വിചാരിച്ചു. ഹലോ ഗൈസ്, നമ്മുടെ ക്യാമറൂൺ ഐലൻഡ് എന്ന് പറഞ്ഞാൽ അത്ര ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലമൊന്നുമല്ല കേട്ടോ. അത് സിറ്റിന്ന് കുറച്ച് വിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ മലേഷ്യയിൽ കോലാലംപൂരൊക്കെ പോകുമ്പോൾ കാണുന്ന അത്രയും റഷോ ക്രൗഡൊന്നും നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റില്ല. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ക്യാമറൂൺ ഐലൻഡ് വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 days ട്രിപ്പൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ ഞങ്ങൾ ബോട്ടിൽ മാത്രമാണ് കവർ ചെയ്തത്. ബാക്കി എല്ലാ സ്പോട്ടും ഞങ്ങൾ ഇന്നാണ് കവർ ചെയ്തത്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്നിപ്പോൾ ഒരു ബൈക്ക് റെൻ്റ് എടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് കുറച്ചുകൂടി സൗകര്യമായിട്ട് തോന്നിയത്. കാരണം ക്യാബ്സൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കുന്നുണ്ടായിരുന്നു, നമുക്ക് ഒരുപാട് വെയിറ്റിംഗ് ടൈമൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഒരു പ്രൈവറ്റായിട്ട് നമ്മളതിൻ്റെ ഒരു വണ്ടി ഉണ്ടെച്ചാൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ATV റൈഡ്സ് ട്രൈ ചെയ്യണമെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പാക്കേജും അതിൻ്റെ ഇൻഫർമേഷൻസൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. നമുക്ക് ഈ ടീ പ്ലാന്റേഷൻ്റെ ഇടയിലൂടെയൊക്കെ നടന്നിട്ട് ഏറ്റവും ടോപ്പിലെത്താം. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് എന്നുള്ളൊരു വ്യൂ കിട്ടും. അതുപോലെ തന്നെ ഈ ടീ പ്ലാന്റേഷൻ്റെ ഇടയിലൊക്കെ നിന്നിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളും എടുക്കാം. അതുപോലെ തന്നെ കുറേ ഫോട്ടോ സ്പോട്ടും ഉണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ള മെയിൻ ആക്ടിവിറ്റീസ്. അങ്ങനെ നമ്മൾ നടന്ന് മുകളിലെത്തിട്ടോ. ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂ. ഇവിടെ വന്ന സമയത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ വെയിലൊക്കെ ഒന്ന് മങ്ങി സന്ധ്യാസമയമായി, നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല സുഖമാണ് അവിടെ ഇരിക്കാൻ. അപ്പോൾ കുറച്ച് നേരം നമ്മളവിടെ ഇരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങി കേട്ടോ. തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ തനാരാത്തിലൊന്ന് ഇറങ്ങി കേട്ടോ. അവിടെ ചെറിയൊരു ടൗണാണ്. അപ്പോൾ അവിടെ കുറച്ച് ഷോപ്പുകളും ചെറിയൊരു മാർക്കറ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് അവിടേക്ക് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഒരു കുട്ടി മാർക്കറ്റും കുറച്ച് ഹോക്കർ സെൻറ്റേഴ്സൊക്കെയാണ് അവിടെ ഉള്ളത്. ഒത്തിരി നേരമൊന്നും നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ക്യാമറൂൺ നൈറ്റ് മാർക്കറ്റിലോട്ടാണ്. രാത്രി ആയപ്പോൾ തണുപ്പ് വരാൻ തുടങ്ങി കേട്ടോ. എന്നാലും ഇന്നലത്തെ അത്ര തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മുടെ ബോഡി ഒന്ന് അഡാപ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. എന്നാലും ബൈക്കിൽ പോകുമ്പോൾ കാറ്റടിക്കുന്നതുകൊണ്ട് തണുക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ക്യാമറൂൺ നൈറ്റ് മാർക്കറ്റ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ക്യാമറൂണിൽ അങ്ങനെ വലിയൊരു നൈറ്റ് ലൈഫ് ഒന്നുമില്ല കേട്ടോ. കടകളൊക്കെ പെട്ടെന്ന് തന്നെ അടയ്ക്കും. ഇങ്ങനെയുള്ള നൈറ്റ് മാർക്കറ്റ്സ് മാത്രമേ നൈറ്റിൽ ഓപ്പൺ ആയിട്ടുണ്ടായിരിക്കുള്ളൂ. തേൻ വിൽക്കുന്നൊരു ഷോപ്പാണ് കേട്ടോ ഇത്. തേനും തേനീച്ചയുടെ കൂടും തേനീച്ചോളനെയും ഒക്കെ നമുക്കവിടെ കാണാം. തേൻ സെപ്പറേറ്റ് ആയിട്ടും പിന്നെ തേനീച്ചയുടെ കൂടോടുകൂടി ഇങ്ങനെ തേന് വിൽക്കാനായിട്ടും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പല സൈസിൽ കൂടെ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ അതിന് സാമ്പിൾസ് അവർ തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സുകൾ വിൽക്കുന്ന കടകൾ, പിന്നെ ഇതേപോലെ ടെഡീസൊക്കെ വിൽക്കുന്ന കടകൾ, സുവനീറുകൾ വിൽക്കുന്ന കടകൾ, ഫ്രൂട്ട്സും വെജിറ്റബിൾസും വിൽക്കുന്ന കടകൾ, അങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. എന്നാലും ഫുഡ് സ്റ്റോളുകളാണ് കൂടുതലായിട്ട് നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. സ്ട്രോബെറി ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടാണ് കേട്ടോ. നമ്മൾ വൈറ്റ് സ്ട്രോബെറിയും അതുപോലെ തന്നെ റെഡ് കളർ നമ്മുടെ നോർമൽ സ്ട്രോബെറിയും കണ്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വലുപ്പമുള്ള സ്ട്രോബെറീസ് ആണ്. മലേഷ്യയിലെ ഓതൻറ്റിക് ഫുഡ് ട്രൈ ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കൂടുതലും ലോക്കൽ ഫുഡുകൾ തന്നെയാണ് ഇവിടെ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നത്. സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും കേട്ടോ. നല്ല ചൂടായിട്ട് അപ്പോൾ ലൈവായിട്ട് കുക്ക് ചെയ്യുന്ന ഫുഡാണേ. ഇങ്ങനെ ബൊക്കേസൊക്കെ വിൽക്കുന്ന ഷോപ്പുകൾ നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളുകളൊക്കെ കുറേ പൂക്കളൊക്കെ വാങ്ങി പോകുന്നുണ്ട്. നമ്മുടെ ബജ്ജിയൊക്കെ പോലെ എണ്ണയിലിട്ട് ഫ്രൈ ആയിട്ടുള്ള ഒരുപാട് സ്നാക്ക് ഐറ്റംസ് നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ വൈറ്റ് ആൻഡ് റെഡ് സ്ട്രോബെറി. ഇത് കോമൺ ആണ് കേട്ടോ ഇവിടെ. അതുപോലെ ഷവർമ, ഫ്രൈഡ് ചിക്കൻ, നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നേ. ഈ ലെറ്റ്യൂസും ബ്രൊക്കോളിയൊക്കെ നമ്മൾ കടലമാവിലിട്ട് ഫ്രൈ ചെയ്തപോലെ ഈ കാണുന്ന പോലെ ഒരു ഐറ്റം നമ്മൾ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ഇല്ലേ, അതും നമ്മളിവിടെ ധാരാളം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേവിച്ചത്, അത് ഇവിടുത്തെ ആൾക്കാർ ധാരാളമായിട്ട് കഴിക്കും തോന്നുന്നു. ഇതോടുകൂടി ഇന്നത്തെ ദിവസം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ നമ്മൾ നേരെ നമ്മുടെ ഹോട്ടലിലോട്ട് പോയി. ഹോട്ടലിലെത്തിയിട്ട് നമുക്ക് നമ്മുടെ സ്കൂട്ടി തിരിച്ചു കൊടുക്കണം. നാളെ രാവിലെ 8 മണിക്കാണ് തനാരാത്തിൽ നിന്ന് നമ്മുടെ ബസ് എടുക്കുക. സോ രാവിലെ ഒരു 7 മണിയോടുകൂടി റൂം ചെക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ. അപ്പോൾ ടാറ്റാ.